യേശുവേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു എന്ന മന്ത്രം കേവലം ഒരു പ്രാർത്ഥനയല്ല, മറിച്ച് ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറയായ ദൈവവിശ്വാസത്തിന്റെ പരസ്യമായ പ്രഖ്യാപനമാണ്. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഈ ശരണപ്പെടൽ ബോധപൂർവം ഏറ്റുപറയേണ്ട ഒന്നാണ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ നാം പലപ്പോഴും തളർന്നു പോകുന്നത് സ്വന്തം കഴിവുകളിൽ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ടല്ലേ? എന്നാൽ സകലത്തെയും നിയന്ത്രിക്കുന്ന ദൈവകരങ്ങളിൽ സ്വയം സമർപ്പിക്കുമ്പോൾ ഭയത്തിന് നമ്മുടെ മേലുള്ള അധികാരം അവസാനിക്കുന്നു. തകർന്ന ഹൃദയത്തോടെ അവിടുത്തെ മുൻപിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആശ്വാസം അവിടുത്തെ കരുണയാണ്. നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും ഓർത്ത് വിലപിക്കാതെ അവയെല്ലാം ദൈവ സമക്ഷം മാപ്പില്ലാത്ത സ്നേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഓരോ വീഴ്ചയും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നതാണ്. വിശ്വാസത്തിന്റെ പാതയിൽ പ്രതിബന്ധങ്ങൾ തീർച്ചയായും ഉണ്ടാകാം, എന്നാൽ അവിടുത്തെ കരുതൽ നാം വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ശരണപ്പെടുന്ന ഹൃദയത്തിന് മാത്രമേ ദൈവത്തിന്റെ സ്വരം തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ലോകം തരുന്ന സമാധാനമല്ല, കർത്താവ് നൽകുന്ന സ്വർഗീയ ശാന്തിയാണ് ഓരോ വിശ്വാസിയും ലക്ഷ്യം വെക്കേണ്ടത്. നമ്മുടെ ആകുലതകൾ, ചിന്തകൾ, ഭാരങ്ങൾ അവിടുത്തെ പക്കലേൽപ്പിക്കുമ്പോൾ നാം സ്വതന്ത്രരായി മാറുന്നു. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുകയും ദൈവത്തിലേക്കുള്ള ദൂരം കുറയ്ക്കുകയും ചെയ്യുന്നു. അവിടുത്തെ അനന്തമായ സ്നേഹത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ നിരാശപ്പെടേണ്ടി വരില്ല. ശരണപ്പെടൽ എന്നത് ഒരു തോൽവിയല്ല, മറിച്ച് സർവശക്തനായ ദൈവത്തിന്റെ വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കലാണ്. പിതാവായ ദൈവത്തിന്റെ അനന്തമായ കരുണയിൽ പ്രത്യാശർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ജീവിതശൈലി നാം വളർത്തിയെടുക്കേണ്ടതുണ്ട്. പ്രിയ സഹോദര സഹോദരി, അനുതപിക്കുന്ന ഹൃദയത്തോടെ കർത്താവിന്റെ തിരുമുൻപിൽ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥമായ വിശുദ്ധി കൈവരിക്കാൻ സാധിക്കൂ. നമ്മുടെ ജീവിതം എപ്പോൾ വേണമെങ്കിലും അവസാനിക്കാം എന്ന ബോധ്യം എപ്പോഴും നമ്മെ ജാഗരൂകരാക്കി നിർത്തട്ടെ. പാപത്തിൽ നിന്നകന്ന് വിശുദ്ധിയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഓരോരുത്തരും വ്യക്തിപരമായി പരിശ്രമിക്കണം. കർത്താവിന്റെ വചനം നമ്മുടെ പാതയിലെ വിളക്കായി മാറണം. സഹോദരങ്ങളോടുള്ള സ്നേഹത്തിലും ക്ഷമയിലും അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണ്. ലോകത്തിന്റെ പ്രലോഭനങ്ങളിൽ വീഴാതെ ദൈവരാജ്യത്തിനായി ഒരുങ്ങിയിരിക്കാൻ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മോടുള്ള അവിടുത്തെ സ്നേഹം അളവറ്റതാണ്, അനന്തമാണ്. അത് സ്വീകരിക്കാൻ നമ്മുടെ ഹൃദയം തുറക്കുക മാത്രമേ നാം ചെയ്യേണ്ടതായുള്ളൂ. നമ്മുടെ ഓരോ പ്രവൃത്തിയും ദൈവമഹത്വത്തിനായി മാറ്റിവെക്കാം. എളിയവരോടും കഷ്ടപ്പെടുന്നവരോടും കരുണ കാണിക്കുന്നത് വഴി നാം കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് തിരിച്ചറിയാം. അവസാന വിധിയിൽ അവിടുത്തെ വലതുഭാഗത്ത് നിൽക്കാൻ യോഗ്യമായ രീതിയിൽ നാം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. പ്രാർത്ഥനയും പരിഹാര പ്രവർത്തികളും വഴി ആത്മീയ ചൈതന്യം കാത്തുസൂക്ഷിക്കാം. അവിടുത്തെ രണ്ടാം വരവിനായി നമുക്ക് പ്രത്യാശയോടെ ഒരുമിച്ച് കാത്തിരിക്കാം.